ഗുഡ് മോർണിംഗ് ആൾ. എൻ്റെ പേര് അഭിനന്ദസ്. ഞാൻ ഫിസിക്കൽ സയൻസ് ഓപ്ഷനിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് കൊളോയിഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്താണ് ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ, കൊളോയിഡ് എന്നും ഇവയുടെ ഓരോന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ട്രൂ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. Take a beaker and make a sugar solution by mixing water and sugar and pass a intense beam of light through the sides of beaker. അതായത് ഇവിടെ നമുക്കൊരു ചിത്രം കാണാം. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ബീക്കറാണ്. ആ ബീക്കറിനകത്ത് എന്താണ് ഷുഗർ സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ടോർച്ച് ഉപയോഗിച്ച് ഈ ഷുഗർ സൊല്യൂഷനിലൂടെ ലൈറ്റ് ബീം കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ 3 ആക്ടിവിറ്റിയാണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഫിൽറ്ററിങ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. അതായത് ഈ ഷുഗർ സൊല്യൂഷനെ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, പാർട്ടിക്കിൾസ് കാനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അതായത് ഈ ഷുഗർ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്, പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ്. അതായത് ഈ ഷുഗർ സൊല്യൂഷനിലൂടെ ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ ഈ സൊല്യൂഷനിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ആ പ്രകാശപാത നമുക്ക് ഈ സൊല്യൂഷനകത്ത് നമുക്ക് വിസിബിൾ അല്ല. അതാണ് പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്, കീപ്പിംഗ് ഇറ്റ് അൺഡിസ്റ്റർബ്. അതായത് ഈ ഷുഗർ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സമയത്തേക്ക് അനക്കാതെ വെക്കുന്നു. അപ്പം നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, പാർട്ടിക്കിൾസ് ഡസ് നോട്ട് സെറ്റിൽ ഡൗൺ. അതായത് ഈ ഷുഗർ സൊല്യൂഷനെ നമ്മൾ കുറച്ച് സമയത്തേക്ക് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യത്തില്ല, താഴെ സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൂ സൊല്യൂഷൻ. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആർ ടു സ്മാൾ സോ ഇറ്റ് കനോട്ട് സീ വിത്ത് നേക്കഡ് ഐ. അതായത് ട്രൂ സൊല്യൂഷൻ, അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഷുഗർ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് വളരെ സ്മാൾ ആണ്. അതായത് വളരെ ചെറുതായതുകൊണ്ട് ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. അതായത് ഈ ഷുഗർ സൊല്യൂഷനെ നമ്മൾ കുറച്ച് സമയത്തേക്ക് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യത്തില്ല, താഴെ സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് കാനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അതായത് ഈ ഷുഗർ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കിക്കേ, പാത്ത് ഓഫ് ലൈറ്റ് ഈസ് നോട്ട് വിസിബിൾ. അതായത് ഈ ഷുഗർ സൊല്യൂഷനിലൂടെ നമ്മൾ ലൈറ്റ് കടത്തിവിട്ട ഈ സൊല്യൂഷനിനകത്തോട്ട് അതിൻ്റെ പ്രകാശപാത നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. അടുത്ത അഞ്ചാമത്തെ പോയിന്റ്, ഹോമോജീനിയസ് മിക്സ്ചർ. അതായത് ഈ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ അതിൻ്റെ യൂണിഫോം കോൺസെൻട്രേഷൻ എല്ലായിടത്തും ഒരേപോലെ ആണെങ്കിൽ ആ സൊല്യൂഷനാണ് എന്ത് പറയുന്നത്, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അടുത്ത ആറാമത്തെ പോയിന്റ്, പാർട്ടിക്കിൾ സൈസ്. അതായത് ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾ സൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.01 നാനോമീറ്റർ തൊട്ട് 1 നാനോമീറ്റർ വരെയാണ് ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. അപ്പം ട്രൂ സൊല്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രൂ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് നമുക്ക് സസ്പെൻഷൻ എന്താണെന്ന് നോക്കാം. അടുത്തത് ടേക്ക് എ ബീക്കർ ആൻഡ് മേക്ക് എ മിക്സ്ചർ ഓഫ് ചാക്ക് സൊല്യൂഷൻ ആൻഡ് സ്റ്റിർ വെൽ ആൻഡ് പാസ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ത്രൂ ദ സൈഡ് ഓഫ് ബീക്കർ. അതായത് ഇവിടെ നമുക്കൊരു ചിത്രം കാണാം. ചിത്രത്തിൽ ബീക്കറിനകത്ത് ഒരു ചാക്ക് പൗഡർ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് ഈ ചാക്ക് പൗഡർ സൊല്യൂഷനിലോട്ട് എന്ത് ചെയ്യുന്നു, ലൈറ്റ് കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത അതേ ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ചാക്ക് പൗഡർ സൊല്യൂഷനെ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയേ, പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ്. അതായത് ഈ ചാക്ക് പൗഡർ സൊല്യൂഷനിലോട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ടോർച്ച് ലൈറ്റിൽ പ്രകാശം എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂഷനിലോട്ട് കടത്തിവിടാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ പ്രകാശപാത, അതായത് പാത്ത് ഓഫ് ലൈറ്റ് ബീം ഇവിടെ നമുക്ക് വിസിബിൾ ആണ് ഇല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രകാശപാത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? കീപ്പിംഗ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ്. അതായത് ഈ ചാക്ക് പൗഡർ സൊല്യൂഷൻ എന്താണ് കുറച്ച് സമയത്തേക്ക് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? പാർട്ടിക്കിൾ സെറ്റിൽഡ് ആവും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലെ ചാക്ക് പൗഡറിൽ എന്താണ് സൊല്യൂഷനകത്ത് എന്ത് ചെയ്യണം, ഈ ചാക്ക് പൗഡർ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണ് താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്പെൻഷൻ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് ആർ വെരി ലാർജ് ഇൻ സൈസ്. അതായത് ചാക്ക് പൗഡർ സൊല്യൂഷനിൽ എന്താണ് പാർട്ടിക്കിൾ എന്താണ് വളരെ വലിയ സൈസാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഇവിടെ ചാക്ക് പൗഡർ സൊല്യൂഷൻ എന്താണ് ഗ്രാവിറ്റി കാരണം എന്ത് ചെയ്യുന്നു, അതിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അതായത് ഈ ചാക്ക് പൗഡർ സൊല്യൂഷൻ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുമ്പോൾ എന്താ കാണാൻ സാധിക്കുന്നത്? ഇതിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കിക്കേ, പാത്ത് ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ. അതായത് ഈ സസ്പെൻഷൻ, അതായത് ഈ ചാക്ക് പൗഡർ സൊല്യൂഷനിലോട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ലൈറ്റ് കടത്തി വിട്ട് ആ സൊല്യൂഷനിനകത്തോട്ട് എന്താണ് പാത്ത് ഓഫ് ലൈറ്റ് എന്താണ് നമുക്ക് വിസിബിൾ ആണ്. അതായത് പ്രകാശപാത നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് നോക്കിക്കേ, ഇറ്റ് ഈസ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അതായത് ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് എന്ത് ചാക്ക് പൗഡർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സൊല്യൂഷനിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കത്തില്ല എല്ലായിടത്തും. അപ്പോൾ അതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അടുത്ത ആറാമത്തെ പോയിന്റ് നോക്കിക്കേ, പാർട്ടിക്കിൾ സൈസ്. അതായത് സസ്പെൻഷനിലെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എന്താണ് 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. അതായത് മോർ ദാൻ 1000 നാനോമീറ്റർ ആയിരിക്കും എന്ത് സസ്പെൻഷൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കേ, അതിന് ഉദാഹരണമാണ് എന്ത് ചാക്ക് സൊല്യൂഷൻ. ഇപ്പോൾ സസ്പെൻഷന് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ചാക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സസ്പെൻഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത നമുക്ക് കൊളോയിഡ് എന്താണെന്ന് നോക്കാം. Take a milk solution in a beaker, stir well and pass a intense beam of light through the side of beaker. അതായത് ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. അതായത് ചിത്രത്തിനകത്ത് എന്താണ് ബീക്കറിനകത്ത് എന്ത് ചെയ്യുന്നു, മിൽക്ക് സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. മിൽക്ക് സൊല്യൂഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടോർച്ച് ലൈറ്റ് ആ സൊല്യൂഷനിലോട്ട് എന്താണ് ലൈറ്റ് കടത്തി വിടാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്ത അതേ ആക്ടിവിറ്റി നമ്മൾ എന്താണ് പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയാൽ ഫിൽറ്ററിങ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. അതായത് ഈ മിൽക്ക് സൊല്യൂഷന് നമ്മൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അതായത് ഈ മിൽക്ക് സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ്. അതായത് ഈ ചിത്രത്തിൽ നോക്കിക്കേ, നമ്മൾ ഈ മിൽക്ക് സൊല്യൂഷനിലോട്ട് എന്ത് ചെയ്യാണ്, ടോർച്ച് ലൈറ്റ് കടത്തിവിടാൻ ശ്രമിക്കുകയാണ് സൊല്യൂഷനിലോട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താണ് ആ പ്രകാശത്തിൻ്റെ എന്താണ് പാത്ത് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രകാശപാത നമുക്ക് ഈ മിൽക്ക് സൊല്യൂഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്, കീപ്പിംഗ് ഇറ്റ് അൺഡിസ്റ്റർബ്. അതായത് ഈ മിൽക്ക് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയത്തേക്ക് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പാർട്ടിക്കിൾസ് ഡസ് നോട്ട് സെറ്റിൽ ഡൗൺ. അതായത് ഈ മിൽക്ക് സൊല്യൂഷനിലെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നില്ല, താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. അടുത്ത നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൊളോയിഡ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് ഈസ് ഇൻ ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. അതായത് കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയിലായിരിക്കും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഈ മിൽക്ക് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സമയത്തേക്ക് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല, താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽറ്റർ പേപ്പർ. അതായത് ഈ മിൽക്ക് സൊല്യൂഷനെ നമ്മൾ ഫിൽറ്റർ പേപ്പർ എടുത്ത് എന്താണ് സെപ്പറേറ്റ് ചെയ്താൽ നമ്മൾ ശ്രമിച്ചാൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇതിലെ മിൽക്ക് സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, പാർട്ടിക്കിൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കിക്കേ, പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ. അതായത് ഈ മിൽക്ക് സൊല്യൂഷനിലൂടെ എന്താണ് നമ്മൾ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് ഈ സൊല്യൂഷനിലൂടെ ടോർച്ച് ലൈറ്റ് കടത്തി വിടാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ സൊല്യൂഷനകത്ത് എന്താണ്, അതിനകത്ത് ലൈറ്റ് ബീം നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ആക്ട് ആസ് ബോത്ത് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അതായത് ഇവിടെ മിൽക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ ഹോമോജീനിയസ് ആയിട്ടും ഹെട്രോജീനിയസ് മിക്സ്ചർ ആയിട്ടും ആക്ട് ചെയ്യും. കാരണം എന്താ,
ഇവിടെ പ്രകാശപാത നമുക്ക് കാണാൻ സാധിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശപാത കാണാൻ സാധിക്കുന്നെങ്കിൽ എന്താണ്? അതിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ്, ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് എന്താണ് ഇതിലെ പ്രകാശപാത നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതേസമയം എന്താണ്, ഇവയിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? കണ്ണുകൊണ്ട് കാണാനും സാധിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് എന്താണ്, മിൽക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ബോത്ത് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾ സൈസ് ആണ്. അതായത് കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എന്താണ്? 1 തൊട്ട് 1000 നാനോമീറ്റർ, അതായത് 1 to 1000 നാനോമീറ്റർ സൈസാണ് എന്താണ് കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളോയിഡിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് എന്താ? മിൽക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടിൻഡൽ എഫക്റ്റ്. അതായത് ഈ കൊളോയിഡ് പാർട്ടിക്കിളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ടിൻഡൽ എഫക്റ്റ്. അപ്പോൾ അതായത് നമ്മൾ ഈ സിനിമ തിയേറ്ററിലും എന്താണ് സ്മാർട്ട് ക്ലാസ് റൂമിൽ എന്താണ് നമ്മൾ പ്രൊജക്ടർ ഉപയോഗിച്ച് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, ഈ പ്രൊജക്ടറിനകത്തൂടെ വരുന്ന പ്രകാശപാത അല്ലേ? അപ്പോൾ അതിൻ്റെ പാത നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കാണാൻ സാധിക്കും ഇല്ലയോ? പൊടിപടലങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ആ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് തട്ടി എന്ത് ചെയ്യുന്നു? അവിടെ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ പ്രകാശപാത കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ടിൻഡൽ എഫക്റ്റ് നോക്കിക്കേ. ദ ഫിനോമിനൻ ഓഫ് സ്കാറ്ററിങ് എ ബീം ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് നോൺ ആസ് ടിൻഡൽ എഫക്റ്റ്. അതായത് ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിലേക്ക് ഈ ഒരു ബീം ഓഫ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന ഫിനോമിനനെയാണ് എന്ത് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നേരത്തെ നാം പറഞ്ഞ പോലെ എന്താണ് പ്രൊജക്ടറിലേക്ക് വരുന്ന എന്താണ് പ്രകാശപാത. അതായത് ആ ഡസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ് കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ സൈസിന് തുല്യമായിരിക്കും. അപ്പോൾ ആ കൊളോയിഡൽ പാർട്ടിക്കിളിന് അകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഒരു ബീം ഓഫ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുമ്പോഴാണ് ഇവിടെ എന്താണ് ടിൻഡൽ എഫക്റ്റ് എന്നൊരു പ്രതിഭാസം ഉണ്ടാവുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൂ സൊല്യൂഷൻ? ട്രൂ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? അതെ, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയിലെ പാർട്ടിക്കിൾ സൈസ് എന്താണ്? തീരെ വെരി സ്മാൾ ആണ്. സോ ഇറ്റ് കനോട്ട് ബി സീൻ ബൈ നേക്ഡ് ഐ. കൂടാതെ എന്താണ് ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എന്താണ്? 0.01 നാനോമീറ്റർ തൊട്ട് 1 നാനോമീറ്റർ വരെയാണ് എന്ത് ട്രൂ സൊല്യൂഷൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതേപോലെ ട്രൂ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനും സാധിക്കുന്നില്ല. അതുപോലെ എന്താണ് ഇവ എന്താണ് സെറ്റിൽ ഡൗണും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൂ സൊല്യൂഷൻ. അടുത്ത എന്താണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്പെൻഷൻ? സസ്പെൻഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതായത് സസ്പെൻഷനിൽ എന്താണ് പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഇവ എന്താണ് നമ്മൾ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ എന്താണ് നമുക്ക് ഇതിലെ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യാൻ സാധിക്കും? സെപ്പറേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. കൂടാതെ ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എത്ര ആയിരുന്നു? 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലാണ് എന്ത് സസ്പെൻഷൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. വാട്ട് ഈസ് ടിൻഡൽ എഫക്റ്റ്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിളിലൂടെ എന്താണ് പ്രകാശപാത സ്കാറ്റർ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയാണ്. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഓഫ് ടിൻഡൽ എഫക്റ്റ് വി സീ ഇൻ യുവർ ഡെയിലി ലൈഫ്. അതായത് ടിൻഡൽ പ്രതിഭാസം നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതിന് കൂടുതൽ ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.